ഹലോ നമസ്കാരം. ഇത് ജിഷയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഐറിഷ് കോഫി കേക്കാണ് കേട്ടോ. ദീപയ്ക്ക് പറ്റിയ മണ്ടത്തരങ്ങൾ എന്നൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പോലും അതിലേക്ക് പറ്റിയൊരു ചാപ്റ്റർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോണത് പണ്ട് സംഭവിച്ചതാണ്. പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചുരിദാറിൻ്റെ ബോട്ടം എനിക്ക് പണി തരുമായിരുന്നു. ബോട്ടം പണി തരാൻ അതിന് എന്നോട് വ്യക്തിവിരോധമൊന്നുമില്ല. എൻ്റെ വെപ്രാളവും മണ്ടത്തരങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ട് കിട്ടിയ പണിയായിട്ട് കരുതാം. പണ്ട് കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബ്രദറിനോടാണ് ചോദിക്കുക, എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ എന്ന്. അവനും കോളേജിൽ പോകുമ്പം എന്നോട് ചോദിക്കും, ഇത് ഓക്കെ അല്ലേ, മാച്ച് അല്ലേ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ വരുത്തിയിട്ടേ പുറത്തിറങ്ങാറുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഞാൻ അവനോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പോൾ അവൻ പറഞ്ഞു, നന്നായിട്ടുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ബോട്ടം കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കുന്നത്. അപ്പോഴാണ് ആ ഒരു വസ്തു ഇല്ലാണ്ടാണ് പുറത്തേക്ക് ഇറങ്ങാൻ തിടുക്കപ്പെടുന്നത് എന്നുള്ളത് ഞാൻ തന്നെ മനസ്സിലാക്കിയത്. നല്ല ഫ്ലെയേഴ്സൊക്കെ ചുരിദാറാണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇട്ട് പോകാട്ടോ, നല്ല ഡ്രസ്സാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പണ്ട് അങ്ങനെയല്ല. പണ്ട് അതിനൊരു ബോട്ടം നിർബന്ധമായിരുന്നു. പിന്നെ വേറൊരു ദിവസം, അന്ന് ഞങ്ങൾ സീനിയേഴ്സിനൊക്കെ ജൂനിയേഴ്സിൻ്റെ മുമ്പിൽ ആവശ്യമില്ലാത്തൊരു ആറ്റിറ്റ്യൂഡ് ഇടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ. ആരെങ്കിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ തീരാവുന്നതേ ഉള്ളൂ എങ്കിലും പുറത്തേക്ക് ആറ്റിറ്റ്യൂഡിന് ഒരു കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുക. അവിടെ വെച്ചിട്ട് ഒരു ജൂനിയർ കുട്ടി എന്നോട് പറയാണ്, ചേച്ചി ചുരിദാറിൻ്റെ ബോട്ടം മറിച്ചാണ് ഇട്ടിരിക്കണേന്ന്. ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ ഉള്ളിലത്തെ ഏറ്റവും വലിയ ആഗ്രഹം ആ സമയത്ത്. പക്ഷേ ആറ്റിറ്റ്യൂഡ് വിട്ട ഒരു കളിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാമെന്ന്. സിംഗിൾ ഡാർക്ക് കളർ ബോട്ടമാണ്. എൻ്റെ വെപ്രാളത്തിൽ അത് തിരിച്ചിട്ടിട്ടാണ് ഞാൻ രാവിലെ തുടങ്ങി ആ ഉച്ച വരെയുള്ള സമയത്ത് ഞാനപ്പോൾ ആലോചിച്ചെന്നറിയോ, ഞാൻ വന്ന ബസ്, അത് കഴിഞ്ഞ് ഇറങ്ങി നടന്ന വഴി, അത് കഴിഞ്ഞ് ഉച്ച വരെ ഞാൻ ആ വേഷത്തിലായിരുന്നു എന്നുള്ളത് എനിക്ക് നെഞ്ച് തകരുന്ന ഒരു അറിവായിരുന്നു കേട്ടോ. ആ പറഞ്ഞ ജൂനിയറും ആ കുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ എത്രമാത്രം എന്നെ കളിയാക്കിയിട്ടുണ്ടാവും. എന്നെ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഇത് കണ്ടിട്ടുള്ള എത്രയോ പേരുണ്ടാവില്ലേ, അവരൊക്കെ ചിരിച്ചിട്ടുണ്ടാവില്ലേ. ഒരു നിമിഷം കൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതൊക്കെ എൻ്റെ ഒരു ഫാഷനല്ലേ എന്ന മാതിരത്തൊരു മറുപടിയാണ് എനിക്കപ്പോൾ കൊടുക്കാൻ തോന്നിയത്. എന്താണെങ്കിലും ഈ രണ്ട് ഇൻസിഡൻസിന് ശേഷവും പുറത്തിറങ്ങുമ്പോൾ ഇന്ന് വരെയും ബോട്ടം എനിക്ക് പണി തരാണ്ടിരിക്കാൻ ഞാൻ നോക്കാറുണ്ട്. വേറൊരു ദിവസം ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ബോട്ടം എവിടെയോ ഒന്ന് ലൂസായത് മനസ്സിലായി. ഇനി കെട്ടാണ്ട നിവൃത്തിയില്ല. ബസ് സ്റ്റോപ്പിൽ നടു റോഡിൽ നിന്നിട്ട് അത് ടൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പം ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ അടുത്ത തിരക്കുള്ള ബസ്സിൽ ഇടിച്ച് കയറാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഭാഗ്യത്തിന് നല്ല തിരക്കുള്ളൊരു ബസ് വന്നു. ബോട്ടം ഊർന്ന് പോകാണ്ടിരിക്കാൻ ടോപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇറുക്കി പിടിച്ചോണ്ടാട്ടോ ബസ്സിലേക്ക് ഓടി കയറുന്നത്. അന്നത്തെ ഓട്ടത്തെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും ചിരി വരാറുണ്ട് കേട്ടോ. എന്നിട്ട് ആ തിരക്കിൻ്റെ നടുക്ക് തന്നെ പോയി നിന്നിട്ട് എന്നിട്ടെന്താ, ടോപ്പ് പൊക്കുക, ബോട്ടം നന്നായി ടൈ ചെയ്യുക, എന്നിട്ട് ഒന്നും അറിയാത്ത മാതിരി അങ്ങനെ ഇങ്ങോട്ട് നിൽക്കുക. ഞാൻ ആലോചിക്കാറുണ്ട്, മറ്റുള്ളവർ കാണിക്കുന്ന പല കോമഡി കണ്ട് ചിരിക്കണേക്കാളും കൂടുതലായിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ മറ്റുള്ളവർ അറിഞ്ഞിട്ടും മറ്റാരും അറിയാണ്ടേ ഒക്കെ നടത്തിയിട്ടുള്ള മണ്ടത്തരങ്ങളുടെ ആ ഓരോ സീൻസും ആലോചിക്കുകയാണെങ്കിൽ ഇതിൽ പലതും ആർക്കെങ്കിലൊക്കെ റിലേറ്റബിൾ ആവുമെന്ന് വിചാരിക്കണം. ഇനി നാളെ കാണാം കേട്ടോ.